തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി കരുണാനിധി അവർ പറഞ്ഞതും ഞാൻ ഓർത്തുപോകുന്നു. ഞാൻ നീ എന്ന് പറയുമ്പോൾ നമ്മുടെ ചുണ്ടുകൾ കൂടെ ഒട്ടുകയില്ല. നാം എന്ന് പറയുമ്പോഴാണ് അത് ഒട്ടുന്നത് എന്ന്. എത്ര നല്ല ഉദാഹരണം അല്ലേ? അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവരും സമാജത്തോട് ചേർന്ന് സഹകരിക്കുക. അതൊക്കെ വലിയൊരു ശക്തിയാണ്. ഐക്യമത്യം മഹാബലം, ഒത്തുപിടിച്ചാൽ മലയുന്നു എന്ന് പറഞ്ഞ പോലെ നമുക്ക് സംഘടിക്കാൻ ശക്തരാകാം. സമാജം കൊണ്ട് നമ്മുടെ സമൂഹത്തിന് എന്തെങ്കിലും നേട്ടമുണ്ടാവണം എന്ന സതുദ്ദേശത്തോടെ ഒരു പുതിയ പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. നമ്മളിൽ ഒരു വിദ്യാർത്ഥിയെങ്കിലും സിവിൽ സർവീസ് നേടണം എന്ന വലുതായ ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി സീഡ് എന്ന ഒരു പദ്ധതിക്ക് ഇന്ന് തുടക്കം കുറിക്കുന്നുണ്ട്. നല്ല മാർക്ക് നേടിയിട്ടും സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് സിവിൽ സർവീസ് എന്ന സ്വപ്നം നടക്കാതെ പോയ കുട്ടികൾക്ക് ഒരു കൈത്താങ്ങായിരിക്കും സീഡ്. വളരെ മാസങ്ങളിൽ കഷ്ടപ്പെട്ട് വെയിലും തൻ്റെ ജോലികളിലൊക്കെ കുറേ മാറ്റിവെച്ച് നിങ്ങളെ വന്ന് കണ്ട് സ്വീകരിച്ച സാമ്പത്തികം കൊണ്ടാണ് ഇന്ന് നമ്മൾ ഇത്രയും വലിയ ആഘോഷം നമുക്ക് നടത്തുവാൻ സാധിച്ചിരിക്കുന്നത്. അതിന് നമ്മുടെ ഏരിയ സെക്രട്ടറിമാരെയും പ്രവർത്തക സമിതി അംഗങ്ങളെയും എത്ര പ്രശംസിച്ചാലും അതിൽ അതിശയോക്തിയില്ല. അതുപോലെ നമുക്ക് തോൾ തന്ന് നമ്മുടെ കൂടെ എല്ലാത്തിലും സഹകരിച്ച സ്പോൺസേഴ്സിനെയും ഈ വേളയിൽ നമിക്കുന്നു. എല്ലാ കാര്യങ്ങളിലും കൂട്ടായ്മയോടെ പ്രവർത്തിച്ചാൽ അതിന് ബലം കിട്ടുമെന്നതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ ഈ ആഘോഷം. നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ എന്നും സമാജത്തിന് ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ഉദ്ഘാടന ചടങ്ങിലേക്കായി
ഡിസ്ട്രിക്ട് ജഡ്ജ് ഫാമിലി കോർട്ട് ഈറോഡ് ശ്രീമതി ഹേമ പത്മകുമാർ മാഡത്തിനെ ക്ഷണിക്കുന്നു. പൊന്നാട അണിയിക്കുന്നതിന് വേണ്ടി വനിതാ വിഭാഗം പ്രസിഡന്റ് ശ്രീമതി ലതാ രാജേന്ദ്രൻ അവരെ ക്ഷണിക്കുന്നു. മെമ്മൻറ്റോ കൊടുക്കുന്നതിന് വേണ്ടി ശ്രീമതി ഹേമ രമേശ് അവരെ ക്ഷണിക്കുന്നു. നമ്മുടെ സ്വപ്ന പദ്ധതിയായ സീഡിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ് മാഡം. മാഡം മാത്രമല്ല എല്ലാ ചീഫ് ഗസ്റ്റുകളും അതിൽ പങ്കുകൊള്ളാം. എല്ലാവരും കൂടെ ചേർന്ന് ഈ പുതിയ ഒരു സംരംഭത്തിന് തുടക്കം കുറിക്കുക നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുന്നു.
ഹേമമാടത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ ക്ഷണിക്കുന്നു. നമസ്കാരം. ഓണം കഴിഞ്ഞിട്ടാണെങ്കിലും എല്ലാവരെയും നേരിൽ കണ്ട് ഓണാശംസകൾ പറയാൻ ഒരു ചാൻസ് കിട്ടി എനിക്ക്. അതുകൊണ്ട് എല്ലാവർക്കും ആദ്യമായിട്ട് ഓണ ആശംസകൾ അറിയിച്ചു കൊള്ളുന്നു. 77ാമത് ഈറോഡ് കേരള സമാജത്തിൻ്റെ ഈ ഓണാഘോഷത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമാണ്. ഞാൻ ഈ ഓണാഘോഷ പരിപാടിക്ക് എത്തിച്ചേർന്നിട്ടുള്ള നന്ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയർമാൻ മിസ്റ്റർ ഷൺമുഖം അവരുടെയും കാർമൽ മെട്രിക്കുലേഷൻ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ആൻസൺ പനങ്കോട്ടൻ അവരുടെയും അഡ്വക്കേറ്റ് കെ കേശവൻ അവരുടെയും പിന്നെ കേരള സമാജത്തിൻ്റെ പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ, എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, പിന്നെ ഈ ഓണാഘോഷങ്ങൾ സംഘടിപ്പിക്കാൻ കഠിനാധ്വാനം ചെയ്തിട്ടുള്ള എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഈ ഓണാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊള്ളുന്നു. ഞാൻ 2004 മുതൽ 2007 വരെ ഇവിടെ മജിസ്ട്രേറ്റായിട്ട് ജോലി ചെയ്ത സമയത്തും കേരള സമാജം നടത്തുന്ന എല്ലാ ഓണാഘോഷ പരിപാടിയിലും ക്രിസ്മസ്, പുതുവത്സര ആഘോഷങ്ങളിലും എന്നെ ക്ഷണിക്കാറുണ്ട്. ഞാൻ അതുപോലെ എല്ലാ പരിപാടികളിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ വീണ്ടും 15 വർഷത്തിന് ശേഷം 2022 വീണ്ടും ഇവിടെ ഫാമിലി കോർട്ട് ജഡ്ജായി ട്രാൻസ്ഫറായി വന്നതിന് ശേഷമുള്ള എല്ലാ കഴിഞ്ഞ വർഷത്തെ ഓണാഘോഷ പരിപാടിയിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. പിന്നെ ക്രിസ്മസ്, പുതുവത്സര പരിപാടിക്ക് ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അങ്ങനെ ഞാൻ പൊതുവേ വേറെ തിരുനെൽവേലി, തൂത്തുക്കുടി ഡിസ്ട്രിക്റ്റിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും അവിടെയും കേരള മലയാളി അസോസിയേഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഞാൻ അങ്ങനെ ഒരിടത്തും തന്നെ ഞാൻ ഒരു പരിപാടിക്കും പോയിട്ടില്ല. ഒഫീഷ്യലായിട്ടുള്ള ഫംഗ്ഷൻ അല്ലാണ്ട് ഞാൻ പ്രൈവറ്റ് ഫംഗ്ഷൻസിന് ഞങ്ങൾ പോകാറില്ല. പക്ഷേ ഇത് മാത്രം എക്സെപ്ഷൻ. എല്ലാ പ്രാവശ്യവും നിങ്ങളുടെ ഓണാഘോഷ പരിപാടിയും നിങ്ങളുടെ ക്രിസ്മസ്, പുതുവത്സര പരിപാടിക്ക് മാത്രമേ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുള്ളൂ. അതിലെനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എന്നുവെച്ചാൽ നിങ്ങൾ അത്രയും സ്നേഹത്തോടെ എന്നെ ക്ഷണിക്കുമ്പോൾ വരാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മാത്രമാണ് വരുന്നത്. പിന്നെ ഞാൻ തമിഴ്നാട്ടിലാണ് പഠിച്ച് വളർന്നതാണ്. അതുകൊണ്ട് എനിക്ക് മലയാള സാഹിത്യ ഭാഷയിലൊന്നും സംസാരിക്കാൻ അറിയില്ല. എനിക്ക് മലയാളം വായിക്കാൻ അറിയുമെങ്കിലും പക്ഷേ എഴുതാൻ അറിയില്ല. ഞാൻ എഴുതി പഠിച്ചിട്ടില്ല ശരിക്കും. പക്ഷേ നമുക്കിവിടെ അങ്ങനെയല്ല. ഇവിടുത്തെ മലയാളി പിള്ളേർക്ക് തമിഴാണ് പഠിക്കുന്നതെങ്കിലും ഇവിടെയും മലയാള സ്കൂൾസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പിള്ളേർ ആരെയും മലയാളം പഠിക്കാൻ പറ്റുന്നില്ല. കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൽ മാത്രമേ 1-2 ഡിസ്ട്രിക്ട്, കോയമ്പത്തൂരിലും ചെന്നൈയിലൊക്കെ വന്ന് ഓരോ സ്കൂൾസ് ഉണ്ട്. പക്ഷേ എന്നാൽ മലയാളം മാത്രമായിട്ട് പിള്ളേർക്ക് പഠിപ്പിക്കാൻ പറ്റുന്നില്ല. എന്നുവെച്ചാൽ പിന്നെ അടുത്ത ജോബ് ഓപ്പർച്യൂണിറ്റീസ് പോകുമ്പോഴത്തേക്കും മലയാളം പഠിച്ച പിള്ളേർക്ക് ഓപ്പർച്യൂണിറ്റീസ് കുറവാണ്. എൻ്റെ ചേച്ചിയുടെ മക്കളൊക്കെ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലാണ്. അവർ മലയാളമാണ് പഠിച്ചത്. പക്ഷേ ഇപ്പോൾ അവർക്ക് ജോലിക്ക് പോകുമ്പോഴത്തേക്ക് തമിഴ് അറിയാത്തത് കാരണം അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് മിസ്സാവുന്നുണ്ട്. അതുപോലെ തന്നെ പക്ഷേ നമുക്ക് ഇവിടുത്തെ കുട്ടികൾക്ക് മലയാളം പഠിപ്പിക്കാനായിട്ട് ഇവിടെ സമാജത്തിൽ നിന്ന് തന്നെ ക്ലാസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് വളരെ ഞാൻ എപ്പോഴും കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, അത് വളരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. എന്ന് വെച്ചാൽ നമ്മളെ പിള്ളേർക്ക് അടുത്ത ജനറേഷന് മലയാളമേ അറിയാതെ ഒരു സിറ്റുവേഷനിലായിപ്പോകും. പിന്നെ നമ്മൾ ഇപ്പോഴേ അവർക്ക് നമ്മളുടെ കൾച്ചർ, ട്രഡീഷൻ, നമ്മളെ കേരളത്തിൻ്റെ ഒരു തനിമ നമ്മൾ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ആവശ്യമുണ്ട്. അത് വന്ന് നമ്മൾ ഇതുപോലത്തെ പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ തന്നെ നമ്മളുടെ പിള്ളേർക്ക് അത് മലയാളി ട്രഡീഷനെ കുറിച്ച് അറിയാൻ പറ്റും. അതിനെയൊക്കെ നല്ല സ്റ്റെപ്സ് എടുത്തത് സമാജത്തിന് നന്ദി പറഞ്ഞു കൊടുക്കുന്നു. പിന്നെ ഇപ്പോൾ ഇന്ന് പുതിയതായിട്ട് നമ്മൾ IAS, IPS, IFS അതിന് കോച്ചിങ്, TNPC, ടെറ്റ് എക്സാം ഇതിനൊക്കെ വന്ന് കോച്ചിങ് കൊടുക്കുന്നതായിട്ട് ഞാൻ ബ്രോഷർ കണ്ടപ്പോഴേ, ഇൻവിറ്റേഷൻ കണ്ടപ്പോഴേ കണ്ടു. അത് എനിക്ക് വളരെ നല്ല ഇഷ്ടപ്പെട്ടു. എന്നുവെച്ചാൽ നമ്മുടെ പിള്ളേർക്ക് ഇതുപോലെ ഒരു ഓപ്പർച്യൂണിറ്റി ഇന്ന് നിറയെ പാവപ്പെട്ട പിള്ളേരുണ്ട് ഇവിടെ. നമ്മളുടെ കമ്മ്യൂണിറ്റിയിൽ തന്നെ പാവപ്പെട്ട പിള്ളേർ ഒരുപാട് പേരുണ്ട്. അവർക്ക് പഠിക്കാൻ ഒരു കോച്ചിങ് എടുക്കാനും വളരെയധികം പൈസ ചിലവാക്കി പഠിക്കാൻ പറ്റാത്ത കുട്ടികളുണ്ട്. പക്ഷെ നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള പിള്ളേർക്ക്
അങ്ങനെയുള്ള പിള്ളേർക്ക് ഇത് വന്ന് വളരെയധികം ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഓണം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഹിന്ദുസ് മാത്രമല്ല, ഹിന്ദുസും ക്രിസ്ത്യൻസും മുസ്ലിംസും എല്ലാവരും ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ്. എൻ്റെ കൂടെ പഠിച്ച ഒരു മുസ്ലിം കുട്ടിയുണ്ട്, എല്ലാവരും എൻ്റെ കൂടെ പഠിച്ച ഒരു മുസ്ലിം കുട്ടിയാണ്. പക്ഷെ ആ കുട്ടിയുടെ ഈ വർഷവും ആ കുട്ടിയുടെ വീട്ടിൽ അവരുടെ ഫാമിലീസ് എല്ലാവരും ഒന്നിച്ച് അവരുടെ വീട്ടിൽ സദ്യയൊക്കെ ഉണ്ടാക്കി ഓണക്കളികൾ വെച്ച് പിള്ളേരെ എല്ലാവരും സംഘടിപ്പിച്ച് ഒത്തിരി കളികൾ, ഊഞ്ഞാലിടുന്നത്, എല്ലാ കളികളും പിന്നെ വെച്ച് അങ്ങനെ മുസ്ലിം വീടെന്നേ പറയാൻ പറ്റില്ല. പക്ഷെ അത്രയും അധികം നന്നായിട്ട് ആഘോഷിച്ച് അവർ വീട്ടിൽ തന്നെ ആഘോഷിക്കുന്നത്, അല്ലാതെ പുറത്തു പോയൊന്നും ആഘോഷിക്കുന്നതല്ല, വീട്ടിൽ തന്നെ അത്രയും വിപുലമായിട്ട് എല്ലാവരും ഒന്നിച്ച് തറയിലിരുന്ന് എല്ലാം ഇട്ട് സദ്യ കഴിക്കുന്നത് എല്ലാം. അങ്ങനെ നമ്മൾ ഹിന്ദുസ് മാത്രമല്ല, ക്രിസ്ത്യൻസും മുസ്ലിംസും എല്ലാവരും ഈ ഓണം വന്ന് എല്ലാവരും ഒത്തൊരുമ കൂടി ആഘോഷിക്കുന്നതാണ്. മലയാളികൾ ലോകത്ത് എവിടെയായിരുന്നാലും ശരിയാണ്, ഓണത്തിന് ഒരു ഗെറ്റ് ടുഗദർ ഉണ്ടാവും, എല്ലാവരും ചേർന്ന് ഒരു ആഘോഷം എവിടെയായിരുന്നാലും അത് നടത്താറുണ്ട്. അതുപോലെ ഇവിടെ ഈറോട്ടിലും 77 കൊല്ലം കൊണ്ട് ഈ ഓണാഘോഷം നടത്തുന്നു പറയുമ്പോഴത്തേക്ക് വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ അറിയിച്ചു കൊണ്ടുവന്നു. താങ്ക് യു. അടുത്തതായി കാർമൽ മെട്രിക് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ആൻസൺ പന്നങ്ങാടൻ സാർ അവരെ ക്ഷണിക്കുന്നു. ഷാൾ അണിയിൽ മെമ്മൻ്റോ കൊടുക്കുന്നതിന് വേണ്ടി ഹരിദാസൻ ക്ഷണിക്കുന്നു. വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ഹേമ മാം മുതൽ മറ്റ് വിശിഷ്ടാതിഥികളെ, കേരള സമാജം ഈറോഡിൻ്റെ വിവിധങ്ങളായ തസ്തികകൾ അലങ്കരിക്കുന്ന എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായവർ, അതിൻ്റെ ഭാരവാഹികളെ, ഇന്നത്തെ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി സദസ്സിലേക്ക് കടന്നു വന്നിരിക്കുന്ന എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മലയാളി സുഹൃത്തുക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഒത്തിരി സന്തോഷത്തോടുകൂടെയാണ് കേരള സമാജത്തിൻ്റെ ഇന്നത്തെ ഓണാഘോഷ പരിപാടികളിൽ ഞാൻ പങ്കെടുക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇതിൻ്റെ ഭാരവാഹികളെ ക്ഷണിക്കുന്നതിനായിട്ട് വന്നപ്പോൾ വലിയ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഇന്നത്തെ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിനായി ഞാൻ വരാം എന്ന് അവർക്ക് വാഗ്ദാനം കൊടുത്തത്. ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ പാരീസ് ഒളിമ്പിക്സിനെ കുറിച്ചും പാരാലിമ്പിക്സിനെ കുറിച്ചുമൊക്കെ ഒരുപാട് കേട്ടു. അതിൽ ഇന്ത്യയുടെ സ്ഥാനം, ഇന്ത്യയുടെ മെഡലിനെ കുറിച്ചൊക്കെ നമ്മൾ സൂക്ഷ്മതയോടെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ടോക്കിയോ ഒളിമ്പിക്സിലെ ഒരു ചെറിയ സംഭവത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ അല്പസമയത്തേക്ക് ക്ഷണിക്കുകയാണ്. അവിടെ പുരുഷന്മാരുടെ ഹൈ ജമ്പ് മത്സരം നടക്കുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തരായ 2 താരങ്ങളാണ് ഈ പുരുഷന്മാരുടെ ഹൈ ജമ്പ് മത്സരത്തിന്റെ ഫൈനലിലേക്ക് വന്നിരിക്കുന്നത്. ഇറ്റലിയിലെ ജിയാൻ മാർക്കും അതുപോലെ തന്നെ ഖത്തറിന്റെ മുത്താസും. അപ്രതീക്ഷിതമെന്ന് പറയട്ടെ, അത്ഭുതകരമെന്ന് പറയട്ടെ, ഈ 2 പേരും ഫൈനലിലെത്തിയിട്ട് ഫൈനലിൽ തന്നെ 3-4 റൗണ്ടുകൾ പൂർത്തിയായപ്പോൾ 2 പേരും ഒരേ ഉയരത്തിലാണ് ചാടിയത്. അതുകൊണ്ട് തന്നെ വിധികർത്താക്കൾ വീണ്ടും ഫൈനൽ റൗണ്ടുകൾ ആവർത്തിച്ച് വയ്ക്കുകയാണ് ഈ 2 അർത്ഥികൾക്ക് വേണ്ടി, അത്ലീറ്റിക്സിന് വേണ്ടി. അങ്ങനെ ഏറ്റവും അവസാനത്തെ ഫൈനൽ റൗണ്ട് 2 പേരും തമ്മിൽ നടക്കാനിരിക്കുമ്പോൾ ഇറ്റലിയുടെ ജിയാൻ മാർക്കിന് പേശിയൊടിവ് കാരണം ആ മത്സരത്തിൽ നിന്ന് പിൻവാങ്ങേണ്ട ഒരു അവസ്ഥ വന്നു. അദ്ദേഹത്തിന്റെ കാലിന് അസുഖബാധിതനായി അല്പം പോലും മുന്നോട്ട് നടക്കാനോ ഓടാനോ ചാടാനോ പറ്റുന്ന അവസ്ഥ. ഈ സമയത്ത് അദ്ദേഹത്തിന്റെ എതിരാളിയായ ഖത്തറിന്റെ മുത്താസ് അവിടെ മത്സരം നിയന്ത്രിച്ചു കൊണ്ടിരുന്ന ഒഫീഷ്യൽസിനോട് ലോകത്തെ തന്നെ
കോരിത്തരിപ്പിച്ച ഞെട്ടിച്ചൊരു ചോദ്യം ചോദിച്ചു. അദ്ദേഹം ചോദിച്ചത് പ്രകാരമാണ്, ഈ സമയത്ത് ഞങ്ങൾ ഇതുവരെയുള്ള ഫൈനലിലെ എല്ലാ റൗണ്ടുകളിലും പുരുഷ ഹൈജമ്പ് മത്സരത്തിൽ ഒരേ ഉയരം കീഴടക്കിയത് കൊണ്ട് ഞാൻ ഈ സമയത്ത് എൻ്റെ സഹോദരന് വേണ്ടി, എൻ്റെ എതിരാളിക്ക് വേണ്ടി, എൻ്റെ എതിരാളിയായ അത്ലീറ്റിന് വേണ്ടി ഈ മത്സരത്തിൽ നിന്ന് പിൻവാങ്ങിയാൽ ഞങ്ങൾക്ക് 2 പേർക്കും തുല്യമായിട്ട് സ്വർണ്ണ മെഡൽ കിട്ടുമോ എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. ഒഫീഷ്യൽസ് അല്പസമയത്തെ ആലോചനയ്ക്ക് ശേഷം പറഞ്ഞു, നിങ്ങൾക്ക് 2 പേർക്കും താങ്കൾ ഈ സമയത്ത് പിൻവാങ്ങുകയാണെങ്കിൽ മുൻപ് ഫൈനൽ മത്സരത്തിൽ നടന്ന റൗണ്ടുകളുടെ അടിസ്ഥാനത്തിൽ ഹൈ ജമ്പിൽ നിങ്ങൾ 2 പേരും ഒരേ ദൂരം കീഴടക്കിയതിന്റെ പേരിൽ നിങ്ങൾക്ക് 2 പേർക്കും ലോകത്തിന് തന്നെ സ്വർണ്ണ മെഡൽ പങ്കിടാം. ധൈര്യത്തോടു കൂടി ആ കാണികളൊക്കെ അമ്പരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ സമയം എൻ്റെ സഹോദരന് വേണ്ടി പിൻവാങ്ങുകയാണ്. ലോകത്തിലെ തന്നെ എല്ലാവരും ഒരു നിമിഷം നിശബ്ദരായി. കാണികളൊക്കെ ആ സമയത്ത് ഓടി ഈ ഹൈ ജമ്പ് പിറ്റിന്റെ അടുത്തേക്ക് വന്നു. ഈ സമയം ഈ ഖത്തറിന്റെ മുത്താസ് ലോകത്തിനോട് വലിയൊരു സന്ദേശം പങ്കുവച്ചു. വിജയിക്കുന്നതിനേക്കാൾ, സ്വാർത്ഥപരമായിട്ട് 1ാം സ്ഥാനം നേടുന്നതിനേക്കാൾ എത്രയോ മനോഹരമാണ് കൂടെ നിന്ന് മറ്റുള്ളവർ വിജയിപ്പിക്കുക എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഓണത്തിന്റെ സന്ദേശവും തന്നെയാണ്. ഞാൻ സ്വാർത്ഥമായി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതല്ല, കൂടെ നിന്ന് എൻ്റെ സഹോദരങ്ങളെ സ്നേഹത്തിന്റെയും പാരസ്പര്യത്തിന്റെയും കരുതലിന്റെയും ചിന്താ തലങ്ങൾ വഴി മറ്റുള്ളവരെ ഉയർത്തുന്നതാണ്. നമുക്കറിയാം ഓണത്തിന്റെ സന്ദേശം, ഓണത്തിന്റെ ഐതിഹ്യം. വാമനൻ വിഷ്ണു രൂപമെടുത്ത് മഹാബലിയുടെ അടുത്തേക്ക് വരുമ്പോൾ മഹാബലി താൻ ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യത്തിലെ അസൂയാവഹമായിട്ടുള്ള നേട്ടങ്ങൾ നേടിക്കൊണ്ടിരിക്കുന്ന ഒരു രാജാവായിരുന്നു. അദ്ദേഹത്തിനോട് അസൂയ പൂണ്ടാണ് വാമനൻ 3 വരങ്ങൾ ചോദിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വരുന്നത്. ചോദിക്കുന്നവർക്ക് എല്ലാം ദാനമായി നൽകിക്കൊണ്ടിരുന്ന മഹാബലി അദ്ദേഹത്തിന്റെ 3 ആവശ്യങ്ങളും സാധിച്ചു കൊടുക്കുകയാണ്. ആദ്യത്തെ വരത്തിന് വേണ്ടി 3 വരങ്ങൾ ചോദിച്ചപ്പോൾ, അല്ലെങ്കിൽ 3 അടി മണ്ണാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത് വാമനൻ. വിഷ്ണു രൂപം ധരിച്ച വാമനൻ അങ്ങനെ 1ാമത്തെ അടി വയ്ക്കുമ്പോൾ ഭൂമി മുഴുവൻ കഴിയുകയാണ്. 2ാമത്തെ അടിക്ക് ആകാശം കഴിയുകയാണ്. 3ാമത്തെ അടി വയ്ക്കുന്നതിന് വേണ്ടി മഹാബലിയുടെ മുമ്പിൽ ശിരസ് നമിക്കുകയാണ്. അങ്ങനെ ശിരസ് നമിക്കുമ്പോൾ മഹാബലി അദ്ദേഹത്തോട് ഔദാര്യത്തോട് പറയുകയാണ്, 3ാമത്തെ അടി എന്റെ തലയിൽ വയ്ക്കുക, എന്നെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തുക എന്ന്. അങ്ങനെ പാതാളത്തിലേക്ക് സന്മനസ് നിറഞ്ഞ മഹാബലി താഴേക്ക് പോകുമ്പോൾ അദ്ദേഹം വാമനോട് ചോദിക്കുന്ന ഒരു വരമുണ്ട്. വർഷത്തിൽ ഒരിക്കൽ എൻ്റെ പ്രിയ പ്രജകളെ കാണുന്നതിന് വേണ്ടി എന്നെ അനുവദിക്കണം. അങ്ങനെ അനുവദിച്ച് ഓണത്തിരുന്നാളിൽ നമുക്കെല്ലാവർക്കും പ്രിയകരനായ മഹാബലി നമ്മെ തേടി വരുന്നു എന്നുള്ളതാണ് നമ്മുടെ ഐതിഹ്യം. സ്വയം വിജയിക്കുന്നതിനേക്കാൾ മറ്റുള്ളവരെ വിജയിപ്പിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ സന്ദേശം തൻ്റെ ജീവിതത്തിലൂടെ പകർന്നു നൽകിയ വ്യക്തിയാണ് മഹാബലി. പ്രിയമുള്ളവരെ, ഓണം എന്ന് പറയുന്നത് വെറും ഒരു ഉത്സവം മാത്രമല്ല. ഇവിടെ എനിക്ക് മുൻപേ പ്രസംഗിച്ച എല്ലാവരും സൂചിപ്പിച്ചു, ജാതിക്കതീതമായി, മതത്തിനതീതമായി, വർഗത്തിനതീതമായി, രാഷ്ട്രീയത്തിനതീതമായി, വിവേചനങ്ങൾക്ക് അതീതമായി, അതിർത്തി വരമ്പുകളൊക്കെ ലംഘിച്ചുകൊണ്ട് ഈ ലോകത്തിലുള്ള സകല മലയാളികളെയും ഒന്നിപ്പിക്കുന്ന ഏറ്റവും വലിയ ഉത്സവമാണ്, സ്നേഹത്തിന്റെ, പാരസ്പര്യത്തിന്റെ ആഘോഷമാണ് ആ ഓണം. എല്ലാവർക്കും ഹൃദയത്തിൽ നിന്ന് ഓണത്തിന്റെ ആശംസകൾ ഒരിക്കൽ കൂടി ഞാൻ നേരുന്നു. നമ്മുടെ റിപ്പോർട്ടിലും അതുപോലെ തന്നെ കൺവീനറും പ്രസിഡന്റുമൊക്കെ കേരള സമാജം ഈറോഡിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ നല്ല പ്രവർത്തനങ്ങളെയും സാമൂഹ്യക്ഷേമ പദ്ധതികളെയും ആത്മാർത്ഥമായിട്ട് അംഗീകരിക്കുന്നു, പ്രോത്സാഹിപ്പിക്കുന്നു. നമുക്ക് എല്ലാവർക്കും ചേർന്ന് അവരുടെ പ്രവർത്തനങ്ങൾക്ക് നല്ലൊരു കയ്യടി നൽകാം. മതേതരത്തിൽ കുലുക്കുന്ന 4 വരി നമ്മുടെ യേശുദാസിന്റെ 4 വരി പാട്ട് പാടിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് തോന്നുന്നു അതാണ് ഓണത്തിന്റെ സന്ദേശം. കുരി വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ടു നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന് ദൈവമൊന്ന് ദൈവമൊന്ന്. നാം എല്ലാവരും ഒന്നാണ്.
മലയാളികൾ ഒത്തുചേരുന്ന ഉത്സവമാണ് ഓണം. ഓണം എന്ന് പറയുന്നത് വികാരമാണ്. ഈ വികാരം തലമുറകളോളം കൊണ്ടാടാൻ, സഹോദരത്തിൽ വളരാൻ, പാരസ്പര്യം പങ്കുവയ്ക്കാൻ, പരസ്പരം സ്നേഹവും കരുതലിൻ്റെ കരങ്ങളായി മാറാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്നുള്ള ആശംസകളോടെ ഒരിക്കൽ കൂടി കേരള സമാജം ഭാരവാഹികൾക്കും ഇതിനെല്ലാ പ്രവർത്തനങ്ങൾക്കും കാർമൽ സ്കൂളിൻ്റെയും ഞങ്ങളുടെ ഭാഗത്തുള്ള സകല പിന്തുണയും വാഗ്ദാനം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. നന്ദ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ചെയർമാൻ ശ്രീ വി ഷൺമുഖം ബികോം ஐயா அவர்களை அழைக்கிறோம். மெமண்டோ வழங்குவதற்கு வேண்டி பி மோகனதாசன் அவர்களை தெரிவிக்கிறோம். ഓണാഘോഷം 2024 இந்த நிகழ்ச்சியை கலந்து கொண்டு சிறப்பாக மேடையில் அமர்ந்திருக்கும் அனைவருக்கும் குறிப்பாக பிரசிடென்ஷியல் அட்ரஸ் KV பிரசாந்த், பிரசிடென்ட் கேரளா சமாஜம் ஈரோடு அவர்களுக்கும், செக்ரட்டரி சி குமார், செக்ரட்டரி கேரளா சமாஜம் ஈரோடு அவர்களுக்கும், ஸ்ரீமதி ஹேமா எஸ், டிஸ்ட்ரிக்ட் ஜட்ஜ் ஃபேமிலி கோர்ட் ஈரோடு அவர்களுக்கும், அன்சோர் பிரகாஷ் CMI பிரின்சிபல் கார்மல் புட்டிக் ஹையர் செகண்டரி ஸ்கூல் ஈரோடு அவர்களுக்கும், ஸ்ரீ ஆர் சத்தியமூர்த்தி MA MSc அண்டர் செக்ரட்டரி ஃபினான்ஸ் டிபார்ட்மெண்ட் செக்ரட்டரி சென்னை அவர்களுக்கும், ஆனரரி அட்வைசர் சத்யா IAS அகாடமி சென்னை அண்ட் ஈரோடு அவர்களுக்கும், டாக்டர் பி ரங்கநாதன் நியூரோ டாக்டர் அவர்களுக்கும், கன்சல்டன்ட் நியூரோ சர்ஜன் அண்ட் மேனேஜிங் டைரக்டர் விஜயா ஹைடெக் ஹாஸ்பிட்டல் அவர்களுக்கும், ப்ரோக்ராமை முன்னாடி இருந்து செய்து கொடுத்த பிரேயர் சாங் ஸ்ரீமதி அஸ்வினி ரகுபிரசாத் அவர்களுக்கும், பொதுவாக அந்த நோட்டீஸுக்கு பின்னாடி ஒரு 10-15 பேர் இருக்காங்க வாழ்த்து சொல்கிறதுக்கு. வாழ்த்து சொல்லக்கூடிய அத்தனை அன்பர்களுக்கும், இங்கே வந்திருக்கும் அன்பர்களுக்கும் நண்பர்களுக்கும், விழா குழுவை சார்ந்த அனைவருக்கும் முதலில் எனது ஓணம் பண்டிகையின் வாழ்த்துக்களை தெரிவித்துக் கொள்கின்றேன். பொதுவாக நம்ம இந்தியா அப்படின்னு சொல்கிறோம் இல்லையா, இந்தியாவை வெளிநாடுகளில் ரொம்ப பிரமிப்போடு பார்க்குறாங்க. நம்ம வளர்ச்சி மட்டுமல்ல, நம்மளுடைய வேற்றுமையில் ஒரு ஒற்றுமை. வேற்றுமையில் ஒற்றுமைன்னு சொன்னால், நம்ம பல நாடுகள் இருந்தாலும் பல மாநிலங்கள் இருந்தாலுமே, பல மாநிலங்கள் பலப்பட்ட கலாச்சாரங்கள், பண்பாடுகள், மொழிகள் பின்பற்றப்பட்டு வந்தாலுமே நம் அனைவருமே நம்ம எல்லாத்தின் மனது சகோதரத்துவம், இந்தியர்கள் என்ற ஒற்றுமை நம் மனதில் இருக்கின்ற ஒரு காரணத்தினால் நமது இந்தியா வெளிநாடுகளில் உலக அளவிலும் பெருமை பெற்றிருக்கிறது என்பது உண்மை. இந்த ஓணம் பண்டிகையை பற்றி சொல்லப்போனால், நம்ம தமிழ்நாட்டிலேன்னு சொல்லப்போனால் தைப்பொங்கல் எல்லாரும் விமர்சனமாக கொண்டாடணும். கிறிஸ்டியன் இருக்காங்க, முஸ்லீம் இருக்காங்க, இந்துக்கள் இருக்காங்க. ஒவ்வொருத்தருக்கும் ஒரு சிறப்பான ஒரு பண்டிகை வருவதுண்டு. அத்தனை நிகழ்ச்சியும் நம்ம இந்தியாவில் நடந்துகிட்டு தான் இருக்குது. அவ்வளோ மக்கள் மதம் சார்ந்தவர்கள் கலந்து கொண்டு தான் இருக்காங்க.
இருந்தாலும் மக்கள் மனசில் வந்து எல்லாரும் நம்ம ஒன்று தான் அப்படிங்கிற அந்த எண்ணம் தான் இருக்குது. இங்கே உட்கார்ந்துருக்கிறவங்க அத்தனை பேரில் ஹிந்துக்கள் யார், முஸ்லீம் யார், கிறிஸ்டின் யார் யாருக்கும் தெரியாது. வந்து பேசுகிறாங்க, பழகிறாங்க, நண்பர்களாக இருக்காங்க, சகோதரர்களாக நினைக்கிறோம், சகோதரியாக நினைக்கிறோம். இதுதான் இந்தியாவுடைய ஒற்றுமை. இன்னும் அதிகமாக சொல்லப்போ நிறைய பேச வேண்டியது இருக்காங்க, நான் பேச வேண்டியிருக்கோம். நான் சொன்ன மாதிரி பல மாநிலங்கள் இருந்தாலுமே அதில் வந்து மிகவும் சவுத்தில் எடுத்துக்கிட்டிங்கன்னு சொன்னால் மிகவும் அழகான நாடு அப்படின்னு சொல்ல போனால் கேரளா தான். அதை யாரும் மறுக்க முடியாது. அந்த கேரளா மட்டும் இல்லை, ஒவ்வொரு ஒவ்வொரு மாநிலத்துக்கும் ஒரு சிறப்பு உண்டு. இந்த கேரளாவை பொறுத்தளவுக்கு ஜென்ரலாக என்ன சொல்லுவாங்கன்னு கேட்டிங்கன்னா, படித்தவர்கள் அதிகமாக உள்ள மாநிலம் இந்தியாவிலேயே. நான் சவுத்தில் சொல்ல, இந்தியாவிலேயே மாநிலம் எதுன்னு கேட்டிங்கன்னு சொன்னால் கேரளாவை தான் சொல்லுவேன். அவங்க வேலையில் ரொம்ப சின்சியராக இருப்பாங்க. அதே மாதிரி டியூட்டி கான்சியஸ் அதிகமாக இருப்பாங்க. இது மாதிரி இருப்பாங்க. எங்கே புதுசாக ஏதாவது கல்லூரியில் ஆரம்பித்து ஒரு கோர்ஸ் ஆரம்பித்தாலும் அது உலக அரங்கில் எந்த அளவுக்கு பின்னாடி செல்வாக்காக இருக்க முடியுங்கிறத புரிஞ்சுக்கிட்டு அந்த கோர்ஸை, அந்த கல்வியை வந்து முதல்ல பயன்படுத்தக்கூடியது கேரளா மக்கள் தான். நான் இதனுடைய அனுபவபூர்வமாக சொல்கிறேன். இந்த நிகழ்ச்சியில் நான் கலந்துக்கிட்டு இருக்கிறது ஒரு முதல் நிகழ்ச்சி. ரொம்ப சந்தோஷம், மகிழ்ச்சியாக இருக்குது. ஏன்னா நான் ஒரு தைப்பொங்கல்லையோ மற்ற கிறிஸ்டின்லையோ கலந்துக்கிறத விட ஒரு கேரளா இதில் வந்து ஓணம் சம்மந்தப்பட்ட ஒரு நிகழ்ச்சியில் கலந்துட்டு இருக்கிறது எனக்கு உண்மையிலும் மகிழ்ச்சியாக இருக்குது. இந்த மகிழ்ச்சி காரணம் கேட்டால் இது எனக்கு பழைய பழகி போன ஒன்றா தெரியுது. காரணம் கேட்டிங்கன்னா, இங்கே கல்லூரியில் வந்து கல்லூரி மாணவர்கள் மாணவிகள் வந்து கேரளாவை சேர்ந்த மாணவர் மாணவி நிறைய இருக்காங்க. நான் ஒரு 19 இன்ஸ்டியூஷன் நடத்திட்டுருக்கேன், இன்க்ளூடிங் மெடிக்கல் காலேஜ், எல்லா மெடிக்கல் காலேஜிலேருந்து இன்ஜினியரிங் காலேஜ்லேருந்து ஸ்கூல்லேருந்து எல்லாமே நடத்திட்டுருக்கோம். அதில் இருக்கிற மாணவர் மாணவிகள் நிறைய பேர் பார்த்தீங்கன்னு சொன்னால் அவங்க அதிகப்படியான மாணவர்கள் வந்து மாணவிகள் வந்து கேரளாவை சேர்ந்தவர்கள் தான். இப்போ நான் சமீபத்தில் நான் வந்து ஒவ்வொரு வருஷம் இது ஓணம் அப்படிங்கிறது ஒரு ஃபங்க்ஷனாக வந்து வருஷம் ஒரு தடவை கலந்துக்கிற நிகழ்ச்சி எனக்கு என்னை பொறுத்தளவுக்கு அல்ல. நான் ஒவ்வொரு நிகழ்ச்சியிலையும் ஒவ்வொரு மாணவ மாணவிகளையும் எங்கள் கல்லூரியில் விழா கொண்டாடிக்கிட்டே இருக்காங்க. அதில் என்னை கூப்பிடுவாங்க, நாங்கள் போனோம். அது என்ன ஆடல், பாடல், பாட்டு, கதைகளி, டான்ஸு, வேஷங்கள், இதெல்லாம் ரொம்ப மகிழ்ச்சியாக இருக்குது பார்க்குறதுக்கு. அலங்காரமாக பண்ணுவாங்க, அழகாக பண்ணுவாங்க, நேர்த்தியாக பண்ணுவாங்க. இதெல்லாம் ஒவ்வொரு நிகழ்ச்சியிலையும் நான் எங்கள் கல்லூரியில் கலந்துக்கிட்ட அனுபவங்கள் நிறைய உண்டு. என்ற முறையில் வந்து நான் கலந்துட்டுருக்கேன். எனவே இந்த ஓணம் பண்டிகையில் சிறப்பு மிக்க இந்த ஓணம் பண்டிகை இங்கே சிறப்பு அழைப்பாளர்களும் ரொம்ப பொறுப்பில் இருக்கிறவங்க எல்லாம் பக்கத்தில் இருக்கிற நிலவும் இருக்காங்க, கலந்துட்டுருக்காங்க, இந்த விழாவை சிறப்பிச்சிட்ருக்காங்க. எனவே மீண்டும் மீண்டும் நான் சொல்லிக்கிறேன், இந்த ஓணம் பண்டிகை மிக சிறப்பாக வர வேண்டும், ஒவ்வொரு ஆண்டும் மிக சிறப்பாக இருக்க வேண்டும். மட்டுமல்ல, நாம் எல்லோரும் ஒரு இடத்தை சேர்ந்தவர்கள், ஒரே நாட்டை சேர்ந்தவர்கள், வேறு இனங்களாக இருக்கலாம், மொழிகளாக இருக்கலாம், மாநிலங்களாக இருக்கலாம், நாம் எல்லோரும் ஒன்றுதான் என்ற உணர்வோடு நாம் இருக்க வேண்டும் என்று கேட்டுக்கொண்டு எனது உரையை நிறைவு செய்கின்றேன். வணக்கம். IAS அகாடமி சென்னை அண்ட் ஈரோடு அவருடைய அவை வாழ்த்துக்க சொல்வதற்கு நடைபெறுமாறு அனைவருக்கும் வணக்கம். எனக்கு மலையாளம் தெரியாது, ஆனால் மலையாள மக்களை நான் நன்கு அறிவேன். கடுமையான உழைப்பாளிகள். ஐயா சொன்ன மாதிரி லிட்ரஸி ரேட்டில் இன்னைக்கு சவுத் இந்தியாவில் இல்லை, எல்லாருக்குமே தெரியும் உங்களுக்கு. ஆல் இண்டியா லெவலில் உங்களுக்கு கேரளா தான் வந்து டாப்பில் இருக்குது. கேரளாவுக்கு பக்கத்தில் இருக்கிற மாநிலம் அப்படின்னு பார்த்தீங்கன்னா கூட குறைஞ்சது 5-8% டிஃப்ரென்ஸ் இருக்கும். அந்த அளவுக்கு வந்து பார்த்தீங்கன்னா கல்வி அறிவு பெற்ற ஒரு மாநிலமாக இருக்குது. தென் அவங்க எக்ஸ்ப்ளோர் பண்ணாத ஃபீல்டே இல்லைன்னு சொல்லலாம்.
அவர்கள் கால் பதிக்காத, அவர்கள் முத்திரை பதிக்காத ஒரு துறையே இல்லை என்று சொல்லலாம். அவ்வளோ ஒரு டெடிகேஷன், அவ்வளோ ஒரு காலத்தை முன்கூட்டியே கணித்து கடினமாக உழைப்பை செலுத்தி அந்த மண்ணையும் அவர்கள் சென்று அங்கு பணிபுரிகின்ற அந்த இடத்தையும் வளப்படுத்துவதில் அவர்கள் முன்னோடியாக திகழ்பவர்கள். மேடையில் அமர்ந்திருக்கும் சான்றோர்களுக்கும் சபையில் அமர்ந்திருக்கும் சான்றோர்களுக்கும் என்னுடைய வணக்கத்தை சொல்லிக்கொண்டு ஒரே ஒரு சின்ன ஒரு நிகழ்வை மட்டும் நான் சொல்லிட்டு நான் விடைபெறேன். பாண்டிச்சேரி யூனிவர்சிட்டிக்கு என்னுடைய டாக்டருடைய அட்மிஷனுக்காக போயிருந்தாங்க. அதில் வந்துட்டு சீல்னு ஒரு கோர்ஸ் இருக்குது. SEAL, S ஃபார் சோசியாலஜி, E ஃபார் எக்கனாமிக்ஸ், A ஃபார் அட்மினிஸ்ட்ரேஷன், L ஃபார் லா. இந்த முக்கியமான இந்த 4 சப்ஜெக்டையும் ஒருங்கிணைக்கப்பட்ட ஒரு கோர்ஸ். அது அங்கே மட்டும்தான் இருக்குது, டெல்லி யூனிவர்சிட்டியில் இருக்குது. அடுத்தது அந்த கோர்ஸ் அங்கே மட்டும்தான் இருக்குது. அதுக்கு என்னுடைய டாக்டர் அட்மிஷனுக்காக நான் போகிறேன், பாண்டிச்சேரி யூனிவர்சிட்டிக்கு போகிறேன். அந்த என்ட்ரன்ஸ்குள்ளே என்னோடய கார் என்ட்ரு ஆகும்போது அந்த செக்யூரிட்டி வந்து என்ட்ரி போட்டுட்டு நம்பர் பிளேட்டை பார்த்துட்டு அதில் TN02 அப்படின்னு பார்த்துட்டு அந்த செக்யூரிட்டி பர்சன் ஒன்று சொன்னார். என்ன சொன்னார்னா, எப்பா நீங்களாவது தமிழ்நாட்டிலேருந்து வந்திருக்கீங்களே அப்படின்னா எனக்கு புரியல, எதுக்காக இப்படி சொல்கிறாரு அப்படின்னு சொல்லி எனக்கு புரியல, உண்மையாகவே புரியல. ஆனால் அவங்க உள்ளே போனதுக்கப்புறம் தான் தெரிஞ்சது, அந்த சீட்டுக்கு மொத்தமே 35 பேர் தான் எடுப்பாங்க. ஆல் ஓவர் இந்தியாவில் 35 பேர் தான் அந்த கோர்ஸுக்கு செலக்டே பண்ணுவாங்க. அதுக்கு கியூட் எக்ஸாம் பாஸ் பண்ணணும். CUET, புதிய கல்விக் கொள்கை திட்டத்தின் படி நீங்கள் கேள்விப்பட்டிருப்பீங்க, காமன் யூனிவர்சிட்டிஸ் என்ட்ரன்ஸ் டெஸ்ட். அந்த எக்ஸாம் பாஸ் பண்ணவங்களுக்கு தான் அந்த சீட் இடம் கிடைக்கும். அங்கே போகிறேன், வந்திருக்கிற அத்தனை பேருமே மலையாளம், கேரளாவிலிருந்து வந்தவங்க தான். அவங்களுக்கு இருக்க அந்த அவேர்னஸ் பார்த்துட்டு எனக்கு பயங்கர ஆச்சரியம். ஏன்னா நாங்கள் என்ன நினைச்சோம்னா, அந்த ஏன்னா அப்பா முதல் முறையாக அந்த கோர்ஸ் இன்ட்ரடியூஸ் பண்ணுறாங்க. அந்த கோர்ஸ் இருக்கிற ஒரு ஸ்பெஷாலிட்டி என்னன்னா, 3 வருட பட்டப்படிப்பு. அதில் ஃபர்ஸ்ட் இயர் வந்து இங்கே படிப்பாங்க. அந்த 35 பேர் எடுக்கிறாங்க இல்லைங்களா, ஃபர்ஸ்ட் இயர் இங்கே படிப்பாங்க. செகண்ட் இயருக்கு அவங்க அப்படியே பிரான்ஸ் தலைநகர் பாரிஸ் போயிடுவாங்க. அந்த 35 பேர் கவர்மெண்ட் ஆஃப் இந்தியா ஸ்பான்சர் பண்ணி பாரிஸ் கழிச்சுவாங்க. அங்க அதே கோர்ஸ் படிக்கிறாங்க இல்லைங்களா, அங்க படிக்கிறாங்க இல்லைங்களா, அந்த 35 பேரும் அவங்களுடைய செகண்ட் இயருக்கு இங்க பாண்டிச்சேரி வந்துடுவாங்க. ஸோ நம்ம 35 ஸ்டூடெண்ட்ஸ் அந்த செகண்ட் இயர் அங்க படிப்பாங்க, அவங்களுடைய 35 ஸ்டூடெண்ட்ஸ் அவங்க செகண்ட் இயரை இங்க படிப்பாங்க. இப்படிப்பட்ட கோர்ஸ் இருக்கிறது நம்ம தமிழ்நாட்டில் இருக்கிற எத்தனை பேருக்கு தெரியும் எனக்கு தெரியல. ஆனால் அங்கே வந்திருந்தவங்கள பார்த்தீங்கன்னா 99% பேர் கேரளிட்ஸ் தான் வந்திருந்தாங்க. ஸோ அந்த அளவுக்கு வந்து பார்த்தீங்கன்னா ஒரு அவேர்னஸில் அவங்க எல்லாரும் மற்ற மாநிலங்களுக்கு முன்னோடியாக இருக்காங்க. அதில் மட்டும் கிடையாது, எந்த பராமீட்டர் எடுத்துக்கிட்டீங்கன்னாலும் சரி, அது கல்வி தொடர்பான பராமீட்டர் எடுத்துக்கிட்டாலும் சரி, மருத்துவ கட்டமைப்பு தொடர்பான பராமீட்டர் எடுத்துக்கிட்டாலும் சரி, உட்கட்டமைப்பு, எந்த இண்டிகேட்டர் சோசியல் இண்டிகேட்டர்ஸ் எடுத்துட்டாலும் டாப் 3ல கேரளா இருக்குங்கிறது நம்ம எல்லாருக்குமே தெரியும். ஸோ அப்படிப்பட்ட கடுமையான உழைப்பாளிகள், அறிவாளிகள், அவர்களுடைய இந்த விழாவில் கலந்து கொள்வதில் எனக்கு மிக்க மகிழ்ச்சி. அவர்களுடைய புதிய முன்னெடுப்பான IAS, IPS, TNPSC ப்ரிப்பேர் பண்ணுறவங்களுக்கு அதுக்காக வந்து ஸ்ரீகுமார் சார் வந்து என்ன மீட் பண்ணார். சார் எங்களுடைய இந்த சமாஜத்தை சார்ந்தவர்கள் இந்த தேர்வுகளுக்கு நாங்கள் ப்ரிப்பேர் பண்ணுறவங்களுக்கு எங்களுக்கு நீங்கள் அந்த உங்களுடைய இந்த முன்னெடுப்பிற்கு எங்கள் சத்யா IAS அகாடமி சென்னையிலும் சரி, ஈரோட்லையும் சரி, எல்லா ஒத்துழைப்பையும் தரோம். எல்லாத்துக்கும் மேலே நம்ம வரலாற்று காலங்களில் நம்ம கேள்விப்பட்டிருப்போம், படிச்சிருப்போம். ஆரிய சமாஜ், பிரம்ம சமாஜ், பிரார்த்தனா சமாஜ், பூனா சர்வனிக் சமாஜ், சத்திய சோதக் சமாஜ், இப்படி எத்தனையோ சமாஜங்கள் சமுதாய சோசியோ எக்கனாமிக் கட்டமைப்பை, சமுதாய பொருளாதார கட்டமைப்பை வலுப்படுத்துவதில் முக்கியமான பங்காற்றிருக்காங்க. அது போன்ற ஒரு வரலாற்று சாதனைகளை இந்த கேரள சமாஜ், ஈரோடு கேரள சமாஜ் படைக்க என்னுடைய வாழ்த்துக்கள். நன்றி, வணக்கம். தேங்க்யூ சார். അടുത്തതായി SSL എഡ്യൂക്കേഷൻ അവാർഡ് വാങ്ങിക്കാൻ ഇവിടെ സെലക്ട് ആയിട്ടുള്ള എല്ലാ കുട്ടികളും റെഡിയായിരിക്കണം. ആദ്യമായി +2 +2 ഫസ്റ്റ്
ഇത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് മലബാർ ഗോൾഡ്. നന്ദന യെസ് അവാർഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി നന്ദ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ചെയർമാൻ ശ്രീ വി ഷൺമുഖം അയ്യ അവരെ അറിയിക്കുന്നു. അടുത്തതായി പ്ലസ് ടു തേർഡ് സഞ്ജയ് എം സിക്ക് തേർഡ് പ്രൈസ് ഒന്നുകൂടിയുണ്ട്. അർപ്പിത എ. അടുത്തതായി SSLC ഫസ്റ്റ് പ്രൈസ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഡോക്ടർ PK രാജൻ മെമ്മോറിയൽ അവരുടെയാണ്. ആയിഷ തൻഹ. ഈ അവാർഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ജോയ് അലക്കാസ് ആണ്. തേർഡ് പ്രൈസ് സ്നിഹിത എച്ച്. അവാർഡ് given by Shanmugam sir. സ്നിഹിത എച്ച്. ശ്രീ ടി മണിശങ്കർ. സോറി സിഹിത വന്നിരിക്കുന്നു. സത്യമൂർത്തി സാർ അവാർഡ് given by സത്യമൂർത്തി സാർ. അധ്യക്ഷൻ, അതുപോലെ ഈരോട് കേരള സമാജം ക്ഷണിച്ചിട്ടുള്ള വിശിഷ്ട അതിഥികളും എൻ്റെ സഹോദരി സഹോദരന്മാർ, ഓണാഘോഷത്തിന് പല ഐതിഹ്യങ്ങളുമുണ്ട്. മഹാബലി വരുന്നു എന്നൊരു ഐതിഹ്യമുണ്ട്. കാർഷിക കാലത്ത് വിളവെടുക്കുന്ന സമയത്ത് അതിൻ്റെ ഉത്സവമാണെന്ന് പറയുന്നു. പക്ഷേ ഇത് കേരളത്തിൽ നിലകൊള്ളുന്നത് തൃപ്പൂണിത്തറയിൽ അത്തം തിരുനാൾ കൊണ്ടാടുക എന്നൊരു ചടങ്ങാണ് ഇതിന് ആശ്രയമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടുവരുന്നത്.
പക്ഷേ തമിഴ്നാട്ടിലും ഒരു ഇത് ഓണത്തിനെ കുറിച്ച് മഹാബലിയെ കുറിച്ച് ഒരു ആൾപ്പാടിക്കാലത്ത് ശ്രീകോയിൽ പുത്തൂരിൽ ശ്രീവിക്രമക്ഷേത്രം അവിടെ ഇതിനൊരു അമ്പലമുണ്ട്. അപ്പോൾ പക്ഷേ എന്നിരുന്നാലും ഈ ഓണാഘോഷത്തിനെ കുറിച്ച് പറയുന്നത് വീട്ടിലായാലും നാട്ടിലായാലും എവിടെയായാലും കൂട്ടായ്മയെ ശക്തിപ്പെടുത്താനുള്ള ഒരു വഴിയായിട്ടാണ് നമ്മളതിനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനോട് പല ഭാഗങ്ങളിലും താമസിച്ചുകൊണ്ടിരിക്കുന്ന മലയാളികൾ ഈരോട് കേരള സമാജം 10-25 വർഷമായി വളരെയധികം ഇപ്പോൾ നമ്മളുടെ കേശവേട്ടൻ അവരുടെയൊക്കെ പ്രായമായ ആൾക്കാരാണ്. അവരുടെ കാലത്തൊക്കെ ഈരോട് കേരള സമാജം നല്ല നിലയിൽ പ്രവർത്തിച്ച് അതിൻ്റെ ഭാരവാഹിത്വമൊക്കെ എത്തുകയാണ്. അങ്ങനെയുള്ള അന്ന് മുതൽ 75 വർഷത്തിന് ശേഷം ഇന്ന് വരെയും ഈ ഓണാഘോഷം ഈരോട് കേരള സമാജം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് ഈരോടുള്ള മലയാളികൾ മുഴുവൻ ഈരോട് കേരള സമാജവുമായി ബന്ധപ്പെട്ട് നമ്മളുടെ കൂട്ടായ്മ ശക്തിപ്പെടുത്തണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ. താങ്ക് യു. അടുത്തതായി ഡോക്ടർ KKM കേശൻ സാർ അവരുടെ ആശംസ പറയാൻ വേണ്ടി ക്ഷണിക്കുന്നു. വേദിയെ അലങ്കരിക്കും അധ്യക്ഷൻ எனது அருமை நண்பர் ஷண்முகம் அவர்கள் மற்றும் இந்த வேதியை அலங்கரிக்கும் ബഹുമാനപ്പെട്ട എല്ലാ ഞാൻ ஈரோட்டில் கடந்த 56 வருடங்களாக வழக்கறிஞர் பணியாற்றி வருகிறேன். മലയാളികൾ ഏത് നാട്ടിൽ പോയാലും അവർ വളരെ കഷ്ടപ്പെട്ട് ജീവിതത്തിൽ മുന്നേറുവാനുള്ള ഒരു വഴി അവർ കണ്ടുപിടിക്കും. എൻ്റെ ജീവിതത്തിലും അതുതന്നെയാണ് നടന്നത്. ഞാൻ ഈറോട്ടിലൊരു മൂത്ത വക്കീൽ വഴക്കുരഞ്ഞർ திரு AP சின்னசாமி கவுண்டரிடம் 10 வருடங்கள் அவருடைய அலுவலகத்தில் ஜூனியர் வக்கீலாக பணிபுரிந்தேன். அதன் பின்னிட்டு 1978ஆம் ஆண்டில் நான் தனியாக அலுவலகம் வைத்து ஈரோட்டில் தொழில் நடத்தி வருகிறேன். AP சின்னசாமி கவுண்டர் என்பவர் ஈரோட்டில் கிரிமினல் சிவில் ரெண்டிலுமே பிரபலமானவர். அவருடன் திரு PC பழனிசாமி, காலஞ்சர் CK நல்லப்பன் அவர்களெல்லாம் இருந்தார்கள். என்னுடைய அலுவலகத்திலிருந்து சுமார் 56 வழக்கறிஞர்கள் பயிற்சி பெற்று வெளியே வழக்கறிஞராகவும் அதில் 12 பேர் நீதிபதிகளாகவும் பணியாற்றி வருகிறார்கள். வழக்கறிஞர் தொழிலுக்கு என்னால் முடிந்த அளவிற்கு உதவி செய்துள்ளேன்.
வழக்கறிஞர் தொழில் மட்டுமல்லாமல் ரோட்டரி மற்றும் கேரள சமாஜத்திற்கு நான் செக்ரட்டரியாக இருந்தேன். எந்த ஆண்டு என்று ஞாபகமில்லை. மற்றும் தற்போது எஸ்கே மயிலானந்தம் தலைமையில் இயங்கி வரும் கன்சியூமர் ப்ரொடெக்ஷன் கவுன்சில், அதில் நான் உபதலைவராகவும் ராணா லட்சுமணன் தலைவராகவும் இருந்தார். ஈரோட்டில் வழக்கறிஞர்கள் சங்கம் 2 உண்டு. ஒன்று பார் அசோசியேஷன், இன்னொன்று அட்வொகேட்ஸ் அசோசியேஷன். இந்த அட்வொகேட்ஸ் அசோசியேஷன் நிறுவன செக்ரட்டரி, செயலாளர் நான் தான். 21 வருடம் அட்வொகேட்ஸ் அசோசியேஷன் செயலாளராக பணிபுரிந்தேன். மற்றும் ரோட்டரி இயக்கத்தில் பல பொறுப்புகளில் இருந்தேன். லீகல் எய்ட் அண்ட் அட்வைஸ் போர்டு, இலவச சட்ட ஆலோசனை குழு, திரு எம்ஜி ராமச்சந்திரன் அவர்கள் முதல்வராக இருந்தபோது ஆரம்பித்த இயக்கம். அதில் நான் பல பொறுப்புகளில் இருந்தேன். தமிழ்நாடு அளவில் அந்த இயக்கம் பிரபலமாக இருந்து இந்தியாவிலேயே மிக திறமையாக, மிக நன்றாக பணியாற்றும் லீகல் எய்ட் போர்டு தமிழகத்தில் தான் உள்ளது என்று எல்லோராலும் பாராட்டப்பட்டது. அந்த இயக்கத்தில் நான் சுமார் 20 வருடம் இருந்தேன். இது போன்ற பல இயக்கங்களுடன் நான் இணைந்து பணியாற்றி வருகிறேன். நான் இதெல்லாம் ஏன் கூறுகிறேன் என்றால், எனது நண்பர் மணியேற்றன் அவர்கள் உங்களை பற்றியே சொல்லுங்கள், எல்லோருக்கும் தெரியட்டும் என்று சொன்னதனாலையும் அவர் கேட்டுக்கொண்டதனாலையும் தான் நான் என்னை பற்றியே சொல்ல ஆரம்பித்தேன். பொதுவாக மலையாளி என்றால் அவர்கள் கடின உழைப்பாளர்கள் என்று ஒரு காலத்தில் சொல்லப்பட்டிருந்தது. ஆனால் தற்போது அதற்கு கொஞ்சம் வித்தியாசமாக இருக்கிறதோ என்று எனக்கே சந்தேகமாக உள்ளது. உதாரணமாக கேரளாவில் எடுத்துக்கொண்டால் யாருமே எந்த வேலையும் செய்வதற்கு முன்வருவதில்லை. வயல் வேலை, நான் சிறு பையனாக இருக்கிறப்போது நல்ல ஞாபகம் இருக்கிறது. வயல்களில் வேலை செய்யும் பெண்கள் ஏராளமான வயல்கள் இருந்தது, மழை இருந்தது, விவசாயம் நன்றாக இருந்தது. ஆனால் தற்போது எந்த வேலையும் செய்வதற்கில்லை. கட்டட வேலைகள் அதே போன்று தமிழ்நாட்டிலிருந்தும் பீகாரிலிருந்தும் தான் அங்கு கட்டட வேலைக்கு வருகிறார்கள். ஆக மலையாளிகள் சுறுசுறுப்பாக இருக்க வேண்டும். அவர்கள் போகும் இடத்திலெல்லாம் வெற்றி பெற வேண்டும். மொழி, மதம் மற்ற கோட்பாடுகள் எல்லாம் தாண்டி நாம் மனிதர்களாக வாழ்வதற்கு, அந்த ஊர் ஜனங்களுடன் ஒட்டி வாழ்வதற்கு நாம் பயிற்சி பெற வேண்டும். ஈரோட்டை பொறுத்தளவுக்கு அப்படிதான் இருந்து வருகிறோம். இந்த மத இணக்கம் நன்றாக உள்ளது என்று நான் மிக பெருமையுடன் சொல்லிக்கொள்ள விரும்புகிறேன். அதே போன்று மொழி அதாவது நாம் வைத்தியம் இருக்க வேண்டியதில்லை. நான் மலையாளி அப்படிங்கிற அந்த வெறி நமக்கு தேவையில்லை. நாம் இந்த தமிழ் கற்றுக்க வேண்டும். அதே போன்று கர்நாடகத்தில் பெங்களூரில் இருக்கிறார்கள் தமிழர்கள் 25 ஆண்டுக்கு அந்த பெங்களூர் கார்பரேஷன் கணக்குப்படி தமிழர்கள் தான் அங்கு ஜாஸ்தியாக இருந்தது என்று கூறினார்கள்.
ஆனால் இன்று அங்கேயும் சன்ஸ் ஆஃப் தி சாயில் தியரி கன்னடிகள் தான் வேண்டும் என்று கூறி தமிழர்களையும் புறக்கணிக்கவில்லை. ஆக நாம் எங்கு போனாலும் அந்த ஊர் ஜனங்களுக்கு உதவியாகவும் அவர்களுடன் ஒத்து வாழவும் கற்றுக்க வேண்டும் என்று கூறி ஈரோட்டை பொறுத்தளவுக்கு ஏராளமான மலையாளிகள் இருக்கின்றார்கள். அவர்கள் அனைவரும் நன்றாக வாழ வேண்டும், வறுமை கோட்டுக்கு மேல் இருக்க வேண்டும் என்று எல்லாம் அந்த இறைவனை பிரார்த்தித்து இந்த வாய்ப்பு நல்கியதற்கு நன்றி கூறி விடைபெறுகிறேன். താങ്ക് യു സർ. അടുത്തായി ചെറിയ ഒരു സമാധാനം. മലബാർ ഗോൾഡ് നമ്മുടെ മെയിൻ സ്പോൺസർ മലബാർ ഗോൾഡ് അവരുടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കുട്ടികളെ, അമ്മമാരെ, വിശിഷ്ട അതിഥികളായി സ്റ്റേജിലിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം, സ്വാഗതം. നമ്മളുടെ കേരള സമാജത്തിൻ്റെ കീഴിൽ കുറേ കുടുംബാംഗങ്ങളുണ്ട്. അവരെ എല്ലാവരെയും വർഷത്തിലൊരിക്കൽ ഒന്നിച്ച് ചേർക്കുന്ന ഒരു സംഭവമാണ് ഇന്നിവിടെ ഓണം പരിപാടിയിലൂടെ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി നല്ല ഒരു സദ്യയും അതേമാതിരി നമ്മളുടെ കൊച്ചുകുട്ടികളുടെയും കലാകാരികളുടെയൊക്കെ നല്ല കലാപരിപാടികൾ ഇവിടെ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ആകുന്ന വിധം അതെല്ലാം കണ്ട് നല്ല സദ്യ കഴിച്ച് അവരെ പ്രോത്സാഹിപ്പിച്ച് നിങ്ങൾ ഇന്ന് വൈകുന്നേരം വരെ ഇവിടെ ഇരുന്ന് പോകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരും വന്നതിനും എല്ലാവരുടെ ഒരു ഒത്തൊരുമയും കൂട്ടായ്മയും ഇവിടെ ഇരിക്കുന്ന മലയാളികൾ എല്ലാവരും ഉണ്ടായിരിക്കണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. അതേമാതിരി നമ്മൾ മലയാളികളാണെങ്കിലും നമ്മൾക്ക് തമിഴ്നാട്ടിലുള്ള സപ്പോർട്ട് കൊണ്ടും അവരുടെ സഹകരണം കൊണ്ടും മാത്രമാണ് നമ്മൾ ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവർക്കും ഏവർക്കും നന്ദിയും നമസ്കാരവും അവരെയും ഞാൻ ക്ഷണിക്കുവാണ്. ഈ അവസരത്തിൽ നമ്മളുടെ നന്ദ കോളേജിൻ്റെ സാറിൻ്റെ കോളേജിൽ നമ്മുടെ കുട്ടികളെല്ലാം പഠിച്ച് അവർ നല്ല ഉയരത്തിലെത്തി നല്ല വിദ്യാഭ്യാസം സമ്പാദിച്ച് അവർ നല്ല ഇതായി കഴിയുന്നുണ്ട്. അതിന് സാറിന് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിൽ നന്ദി അർപ്പിക്കുന്നു. അതേമാതിരി എല്ലാവരും സഹകരിച്ചതിനും എല്ലാത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം. നന്ദി പറയണം, പിന്നീട് പറയുന്നതായിരിക്കും. ഇതോടുകൂടി നമ്മുടെ സാംസ്കാരിക സമ്മാനം അവസാനിക്കുന്നു. എല്ലാവർക്കും പങ്കെടുത്ത എല്ലാ വിശിഷ്ടാതിഥികൾക്കും നന്ദി.
പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ പ്രാവശ്യം ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ തന്നെയാണ് ഇപ്രാവശ്യവും ഞാൻ പറയുന്നത്. നമ്മുടെ കുട്ടികൾ കഴിഞ്ഞ 4 മാസമായി 70-75ഓളം കുട്ടികൾ നല്ല ട്രെയിനിങ് എടുത്ത് ഒരു പ്രൊഫഷണൽ രീതിയിൽ തന്നെ പല കലാപരിപാടികളും ഇവിടെ അവതരിപ്പിക്കാനുണ്ട്. ഭക്ഷണം കഴിച്ച ഉടനെ ആരും കൈ കഴുകി പോവാതെ ഒരു മണിക്കൂറോ 2 മണിക്കൂറോ നമ്മുടെ കുട്ടികളെ പ്രോഗ്രാം കണ്ട് ആസ്വദിച്ച് വീട്ടിലേക്ക് പോകണം എന്ന് അഭ്യർത്ഥിക്കുന്നു.